ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു ചെടി ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരുകളും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. മുമ്പ് ക്രിസ്മസ് സമയത്തൊക്കെ നമുക്ക് സാധാരണ കാണുന്നൊരു ചെടിയാണെന്ന് ഞാൻ വിചാരിച്ചത്. അതിൻ്റെ ഇലകൾ കണ്ടപ്പം പക്ഷെ അതിൽ പൂക്കൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ പൂക്കൾ നല്ലൊരു ലാവൻഡർ പിങ്ക് ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുള്ളായി. ശരിക്കും നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാതെ അല്ലെങ്കിൽ ഇത് ഏത് ചെടിയെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ആ ജസ്റ്റ് വീഡിയോ എടുത്തു. ഇതിൻ്റെ ഒരു കുഞ്ഞ് തൈ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ തൊട്ട് കുഞ്ഞു ചെടികൾക്ക് വളരെ കുഞ്ഞു ചെടികൾക്ക് തന്നെ 250 രൂപ ഉണ്ട് കേട്ടോ. പിന്നെ അതിലും ചെറിയൊരു ചെടി 100 രൂപേൻ്റെ ഒരു ചെടിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളർത്തി നോക്കാം. അറിയില്ല അത് വളർത്തിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു തൈ വാങ്ങി. നല്ല ഇരുടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടി നോക്കി വാങ്ങി. അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് 100 രൂപയാണ് വരുന്നത്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വീഡിയോസും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൽ കണ്ടോ, ഇതിൽ ഈ ഓരോരോ ലീഫിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ഈ ഒരു ഫ്ലവർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ടെക്സാസ് സേജ് അല്ലെങ്കിൽ നിക്കോഡിയ പ്ലാന്റ് എന്നാണ് ഈ ഒരു ചെടീൻ്റെ പേര്. ഇതൊരു വുഡി എവർഗ്രീൻ ആയിട്ടുള്ള ഷ്രബാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഇതിന് വേണ്ട. അതായത് നല്ല സൺലൈറ്റ്, അതായത് ഏകദേശം 7 hours എങ്കിലും സൺലൈറ്റ് ഇതിന് കിട്ടണം. എന്നാലേ നല്ല ലീഫൊക്കെ നല്ല ഗ്ലേസിങ് ആയിട്ടും നല്ല ഫുള്ളി ബുഷായിട്ടും എവർഗ്രീൻ ആയിട്ട് നിൽക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഫ്ലവേഴ്സ് വരണമെങ്കിലും നല്ല വെയിലത്ത് തന്നെ ഈ ഒരു ചെടി പ്ലാന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല ഈ ചെടീനെ പറ്റിയിട്ട് എന്താണ് ഏതാണ്. പക്ഷേ ഇങ്ങനത്തെ പ്ലാന്റ്സ് എപ്പോഴും മേടിക്കുമ്പോൾ നമ്മളെ കാലാവസ്ഥയിൽ ഇത് ഇണങ്ങുമെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ മേടിക്കാൻ ഞാനിങ്ങനെ ഡൗട്ട്ഫുൾ ആയി. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് മേടിച്ച് നോക്കാം, നമുക്ക് എങ്ങനെ ഈ ചെടി എക്സിസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് എന്നും നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചെടികൾ വാങ്ങുമ്പോൾ മിക്കവാറും ജിഫിയിൽ പിടിപ്പിച്ച ചെടികളായിരിക്കും അല്ലെങ്കിൽ കപ്പിൽ പിടിപ്പിച്ച ചെടികളായിരിക്കും. അങ്ങനെയുള്ള ചെടികൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ നമ്മളതിനെ റിമൂവ് ചെയ്യുമ്പം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വേര് നമുക്കത് ഈ വേര് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി കിടക്കുന്ന കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ ആണോ ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഞങ്ങളിത് പിടിപ്പിക്കുന്നതാണ്, കുഞ്ഞു തൈകൾ പിടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഇലകളുടെ അടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കിടത്തി വെച്ചു അതിൻ്റെ ഫ്ലവർ ബഡുകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മീലി ബഗ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിറച്ചും മീലി ബഗ്സ് ഉണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ചെടികൾ മേടിക്കുമ്പം നല്ലോണം ഒരു ചെടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ചെടീനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യണം. അപ്പം ഇതിൽ ചെറിയ ചെറിയ ബഗ്സ് പോലെ ഉണ്ട്. പക്ഷേ ശരിക്കും പൊടിയാണെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ പൊടിയല്ല. നല്ലോണം സൂം ചെയ്തിട്ട് നോക്കിയപ്പം ശരിക്കും മനസ്സിലായത് കയ്യും കാലും ഒക്കെ ഉണ്ട് ഈ ബഗ്സിന് കേട്ടോ. ഇത് വായിച്ചത് പ്രകാരം ഒരുപാട് മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരുപാട് ഫെർട്ടിലൈസേഷനും വേണ്ട. എന്നാൽ നമുക്ക് ഒരു ഏപ്രിൽ മെയ് മാസങ്ങൾ, അതായത് ഗ്രോയിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജിലുള്ള സമയത്ത് നമ്മളൊരു NPK 19 ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കണ്ടോ, ബഗ്സ് കണ്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരു ചെടി മേടിക്കുമ്പോൾ നമ്മളത് ഹെൽത്തി ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. ഞാൻ നന്നായിട്ട് നോക്കിയിട്ടൊക്കെ തന്നെ മേടിച്ചത്. പക്ഷേ അത് ഇരുടായത് കൊണ്ട് മാത്രമാണ് അത് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞ കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് അവിടെ. ഫ്ലവർ കുഞ്ഞ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഈ ചെടി തന്നെ ഞാൻ കണ്ടു ഫ്ലവറിൻ്റെ ബഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ കിട്ടിയാൽ വരികയായിരിക്കും. അപ്പം അതിനുള്ള, അതായത് ഈ ബഗ്സ് വരാതിരിക്കാൻ, ഇൻസെക്ട്സ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിനെ വളർത്തി വലുതാക്കിയിട്ടൊക്കെ നന്നാവുണ്ടോ, എൻ്റെ കയ്യിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ കേട്ടോ. ഇതൊരു ബ്രസീലിയൻ ചെടിയാണ്. ഇത് ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അപ്പോൾ നമ്മൾ ചട്ടിയിൽ നടുകയാണെന്ന് വെച്ചാൽ നമുക്ക് മഴ സമയത്ത് നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം. എന്നാൽ നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ തന്നെ നടുകയാണെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുക. അത് മാത്രം പോരാ, നമ്മൾ അതിൻ്റെ അവിടെ ആ മണ്ണിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കരുത്. അങ്ങനെയുള്ള സ്ഥലം നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 15-20 ദിവസം, ആ ഒരു 20 days കഴിഞ്ഞാൽ വീണ്ടും ഫ്ലവർ ചെയ്യും. അതങ്ങനെ ഒരു സൈക്കിളാണത്. അത് ബഡ്സ് ഒരുമിച്ച് ഇടും, എന്നിട്ട് ഒരുമിച്ചാണ് അത് ഫ്ലവർ ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു 20 days കഴിഞ്ഞാൽ വീണ്ടും ഫ്ലവർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഈ ടെക്സാസ് സേജ് ല്യൂക്കോഫൈലം എന്നും കൂടി പേരുണ്ട്. ഇതിൻ്റെ കോമൺ പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൂട്ട് റോട്ട് സംഭവിക്കും. അതായത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് ഇതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഓവർ വാട്ടറിങ് കാരണം സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നല്ല വാർന്നു പോകുന്ന മണ്ണ് മാത്രം ശ്രദ്ധിക്കുക. വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ വളർത്തി നോക്കിയിട്ട് ഞാൻ പറയാം. നിങ്ങളെ കയ്യിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.